ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭത്വമുള്ള ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റവും അതിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റിയാണ്. അതായത് 2026 ജൂൺ 2 സർവേശ്വരകാരകനായിട്ടുള്ള വേഴഗ്രഹം കർക്കിടക രാശിയിലേക്ക്, അതായത് വേഴഗ്രഹത്തിൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ഒക്ടോബർ 31 വരെ ആ വേഴഗ്രഹം ഉച്ചരാശിയിൽ സ്ഥിതി ഉണ്ടാകും. അപ്പം വേഴഗ്രഹം ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നത് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും? അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരിട്ടാൽ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവർക്ക് വേഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം എന്ത് പ്രഭാവങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് കർക്കിടക രാശിയിലേക്കാണ് ആ വേഴഗ്രഹം രാശി മാറുന്നത്. കർക്കിടക രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 4-ാം ഭാവരാശിയാണ്. അതായത് കാലപുരുഷൻ്റെ ഭവനസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പൊതുവെ വേഴഗ്രഹം ആ 4-ാം ഭാവരാശിയിലേക്ക്, പ്രത്യേകിച്ച് നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭത്വമുള്ള ഗ്രഹം കാലപുരുഷൻ്റെ 4-ാം ഭാവരാശിയിലേക്ക്, സുഖസ്ഥാനത്തേക്ക്, ഉച്ചരാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ ഈശ്വരൻ നമ്മുടെ കുടുംബത്തിൽ പ്രവേശിക്കുന്ന ഒരു പ്രതീതിയാണ് അതുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും, ഈശ്വര കടാക്ഷം കൂടും, സത്പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും, സദ്ബുദ്ധി, സത്ചിന്ത, പഠനമികവ് ഇവയുടെയൊക്കെ സമയമായിരിക്കും. കർമ്മനേട്ടങ്ങളുടെ സമയമായിരിക്കും. കുടുംബസുഖത്തിൻ്റെയും കുടുംബ സംരക്ഷണത്തിൻ്റെയും സമയമായിരിക്കും. സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമായിരിക്കും കാലപുരുഷൻ്റെ 4-ാം ഭാവരാശിയിലേക്ക് വേഴഗ്രഹം ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകുന്നത്. എന്നാൽ വേഴഗ്രഹം ഈ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് കുംഭക്കൂറുകാർക്ക് ഏത് രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കും എന്ന് നോക്കാം. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വേഴഗ്രഹം എന്ന് പറയുന്നത് അവരുടെ 2ഉം 11ഉം ഭാവാധിപനാണ്. 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള വേഴഗ്രഹം ജൂൺ 2 6-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അതായത് 6-ാം ഭാവരാശി എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ്. അത് വേഴഗ്രഹത്തിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഉച്ചരാശിയിലേക്കാണ് ആ വേഴഗ്രഹം രാശി മാറുന്നത്. 6-ാം ഭാവരാശിയിലേക്കാണ്. ഒക്ടോബർ 31 വരെ ആ വേഴഗ്രഹം 6-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 6-ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ഫോക്കസ് കൂടുന്ന സമയമായിരിക്കും. അതിൽ കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയമായിരിക്കും. നമ്മൾ തൊഴിലെടുത്ത പ്രശ്നങ്ങൾക്കെല്ലാം സഡനായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്ന സമയമായിരിക്കും. നഷ്ടസാധ്യതകളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. കടബാധ്യതകൾ കുറയ്ക്കാൻ കഴിയുന്ന സമയമായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവറി, ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും. നമ്മുടെ ബാഡ് ഹാബിറ്റുകൾ മാറുന്ന സമയമായിരിക്കും. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിൽ മികച്ച വിജയം സാധ്യമാകുന്ന സമയമായിരിക്കും. ശത്രുക്കളുടെ ശല്യം കുറയുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് കർമ്മഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ആ ഗുരു ഉച്ചസ്ഥിതൻ ആകുന്നത്. അപ്പോൾ കർമ്മഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് ഗുരു ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ അത് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും, ഭാഗ്യാനുഭവങ്ങൾക്ക് വഴിയൊരുക്കും. ഗുരു 11-ാം ഭാവാധിപനാണ്. 11ൻ്റെ അഷ്ടമത്തിലാണ് പ്രത്യേകിച്ച് ആ ഗുരു ഉച്ചസ്ഥിതനാകുന്നത്. അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരിവർത്തനം പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പ് തലത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ അവർക്കുണ്ടാകും. ബാഡ് കമ്പനികളൊക്കെ ഒഴിവാക്കും. അതുപോലെ തന്നെ വർക്കിലൊക്കെ നമുക്ക് വർക്ക് പ്ലേസിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകും. പ്രൊഫഷണൽ തലത്തിൽ ഫോക്കസ് കൂടും. അതുപോലെ തന്നെ നമ്മൾ ഈ വർക്ക് പ്ലേസിൽ കൂടുതൽ അച്ചടക്കം, അതുപോലെ കോവർക്കേഴ്സുമായിട്ട് നല്ല ബന്ധം, സേവനാധിഷ്ഠിതമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അംഗീകാരങ്ങൾ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് ഈ സമയത്തുണ്ടാകും. അപ്പോൾ എന്ത് ചലഞ്ചസ് വന്നാലും അത് അതിജീവിക്കാനുള്ള ഒരു കഴിവ് ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതിയൊക്കെ കൂടുന്നതിനൊക്കെ നമ്മുടെ തൊഴിലിടത്ത് നമ്മുടെ പ്രവർത്തന മികവ് കൊണ്ട് അത് കഴിയും. അത് പ്രത്യേകിച്ച് നമുക്ക് ഗുരു 2-ാം ഭാവാധിപനും കൂടിയാണ്. ആ 2-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2ൻ്റെ 5-ാം ഭാവരാശിയാണ് ഈ 6-ാം ഭാവം എന്ന് പറയുന്നത്. അവിടെയാണ് ആ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യവഹാരങ്ങൾ വഴിയൊക്കെ ധനാർജനം ഉണ്ടാകും. വായ്പകൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതുവഴിയൊക്കെ ധനവരവുണ്ടാകുന്ന സമയമാണ്. മത്സരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. നമുക്ക് കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള
ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സേവന അനുഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ധനം വിനിയോഗിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതേസമയം ഗുരു 2ാം ഭാവാധിപനായി 6ൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് 2ാം ഭാവം നമ്മുടെ ഭോജനസ്ഥാനമാണ്. അപ്പോൾ അത് 6ൽ വരിക എന്ന് പറയുമ്പോൾ ആഹാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ ഈ ആഹാരം വഴി നമുക്ക് എന്തെങ്കിലും സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം. നമ്മൾ 6ൽ ഗുരു ഉച്ചസ്ഥിതി വന്നതിൻ്റെ ഒരു ഫലമാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ 6 നിൽക്കുന്ന ഗുരു 3 രാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഗുരു പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം കർമ്മസ്ഥാനത്ത് ഗുരു, അതായത് 6ാം ഭാവത്തിൻ്റെ 5ാം ഭാവമാണ് ഈ കർമ്മസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകാവുന്ന സമയമാണ്. ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിലിടത്ത് ക്രിയേറ്റീവ് തലത്തിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല നല്ല ആശയങ്ങൾ, നല്ല നല്ല വീക്ഷണങ്ങളൊക്കെ അവർക്ക് ഈ തൊഴിലിടത്ത് കൊണ്ടുവരാൻ കഴിയും. അത് പൊതുവെ സ്വീകാര്യതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പൊതുജന സ്വീകാര്യത കൂടാൻ സാധ്യതയുണ്ട്. അത് തൊഴിലിലൊക്കെ നമ്മുടെ ഉയർച്ചയ്ക്കൊക്കെ അത് വഴിതെളിക്കാൻ സാധ്യത കാണിക്കുന്നുണ്ട്. മേലധികാരികളുടെയൊക്കെ സപ്പോർട്ട് കിട്ടുന്നതിനൊക്കെ നമ്മുടെ ആശയങ്ങൾക്കൊക്കെ ഒരു സ്വീകാര്യത കിട്ടും. അതുപോലെ തൊഴിലിലൊക്കെ നമുക്ക് അംഗീകാരങ്ങളുടെ സമയമാണ്. തൊഴിൽ അന്വേഷകർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. തത്വാധിഷ്ഠിതവും അച്ചടക്കമാർന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കുറുകാർക്ക് തൊഴിലിടത്തുണ്ടാകും എന്ന് തന്നെ പറയാം. ഗുരു 12ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതായത് അത് പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയുടെ സ്ഥാനം എന്ന് പറയാം. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നതും സമയമാണ്. അതുപോലെ ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ആതുര സേവന പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡൊണേഷൻ ചിലപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഭാഗത്തുണ്ടാകാം. അതുവഴിയൊക്കെ ധനച്ചെലവിന് സാധ്യതയുണ്ട്. അപ്പോൾ 6ൽ ഉച്ചസ്ഥിതി നിൽക്കുന്ന ഗുരു 12ൽ ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ വിദേശത്തൊക്കെ തൊഴിൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അനുകൂല സമയമാണ്. തൊഴിൽ മാറ്റത്തിന് പ്രത്യേകിച്ച് അനുകൂല സമയമാണ്. വിദേശത്ത് തൊഴിൽ അന്വേഷകർക്ക് തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വിദേശയാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് തടസ്സങ്ങൾ മാറുന്ന സമയമാണ്. പ്രത്യേകിച്ച് 12ലാണ് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പൊതുവായിട്ട് ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവായിരിക്കും വരുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. ഗുരു 2ൽ ദൃഷ്ടി ചെയ്യുന്നു. ഗുരു പ്രത്യേകിച്ച് കുംഭക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവാധിപനാണ്. ആ 2ാം ഭാവാധിപൻ 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ 2ാം ഭാവാധിപൻ ഇപ്പോൾ 6ലാണ് നിൽക്കുന്നത്. അത് ഈ പൊതുവെ നമുക്ക് കടബാധ്യതയൊക്കെ കുറയ്ക്കാൻ അത് സഹായകമാണ്. പക്ഷേ 2ാം ഭാവാധിപൻ 2ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് ധന നേട്ടത്തിന് സാധ്യതയുണ്ട്. സമ്പാദ്യ വർധനവിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 2ൽ 2ാം ഭാവാധിപൻ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ധനഭാഗ്യത്തിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 6ൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ ഭാഗ്യസ്ഥാനമാണ് ഈ 2ാം ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 2ലെ ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ധനപരമായിട്ടുള്ള ചില ഭാഗ്യ നേട്ടങ്ങൾ, ചിലപ്പോൾ അത് വ്യവഹാരം വഴിയുള്ള സാമ്പത്തിക നേട്ടമായിരിക്കാം. നമുക്ക് എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. സന്തോഷ അനുഭവങ്ങളൊക്കെ 2ാം ഭാവാധിപൻ 2ൽ വരുമ്പോൾ കുടുംബ മൂല്യങ്ങളൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിനും അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ അത് വഴിതെളിക്കാം. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ സഹായകമാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ മംഗളകാര്യങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആ 2ാം ഭാവാധിപൻ 2ൽ ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശനി 2ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ശനിയുടെ ആ സ്ഥിതി കൊണ്ട് ഉണ്ടാകാവുന്ന ബാഡ് ഇഫക്റ്റുകളൊക്കെ കുറയ്ക്കുന്നതിനും ആ 2ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.